നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. SSLC പരീക്ഷയിൽ ഇടുക്കി ജില്ലയ്ക്ക് 99.79% വിജയം. ജില്ലയിൽ SSLC പരീക്ഷ എഴുതിയ 11,558 പേരിൽ 11,534 പേർ ഉന്നത പഠനത്തിന് അർഹത നേടി. ഇടുക്കിയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നു. മിക്ക അണക്കെട്ടുകളിലുമുള്ളത് സംഭരണശേഷിയുടെ 40% താഴെ മാത്രം വെള്ളം. തുടർച്ചയായി വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ വൻ പ്രതിസന്ധി ഉടലെടുക്കാൻ സാധ്യത. ഹൈറേഞ്ചിലെ തോട്ടം മേഖല നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജനങ്ങൾ കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുടെയും നിസ്സംഗത മാപ്പർഹിക്കാത്ത വീഴ്ചയെന്ന UDF ജില്ലാ നേതൃത്വം. കർഷകരുടെ ദുരിതം മാറ്റുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ. ജില്ലയിൽ കൊടും വേനലിൽ നാശം സംഭവിച്ച കൃഷിയിടങ്ങൾ UDF ജില്ലാ നേതൃത്വം സന്ദർശിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും കനത്ത ചൂടും ജാതി കർഷകർക്ക് തിരിച്ചടി. അമിതമായ ചൂട് കാരണം ജാതി മരങ്ങൾ ചുവടെ ഉണങ്ങിപ്പോകുന്നു. ഇതോടൊപ്പം കാപ്പൊഴിച്ചിലും കൃഷിയിൽ നിന്നും കർഷകരെ പിന്തിരിപ്പിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക്. SSLC പരീക്ഷയിൽ ഇടുക്കി ജില്ലയ്ക്ക് 99.79% വിജയം. ജില്ലയിൽ SSLC പരീക്ഷ എഴുതിയ 11,558 പേരിൽ 11,534 പേർ ഉന്നത പഠനത്തിന് അർഹത നേടി. മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടിയ സ്കൂളുകളുടെ എണ്ണം: സർക്കാർ സ്കൂൾ 892, എയ്ഡഡ് സ്കൂൾ 1139, അൺഎയ്ഡഡ് സ്കൂൾ 443. കഴിഞ്ഞ വർഷത്തേക്കാൾ 100% വിജയം കൈവരിച്ച സ്കൂളുകളുടെ എണ്ണത്തിൽ ഈ വർഷം നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഗവൺമെൻറ് സ്കൂളുകൾ 59 എണ്ണത്തിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളുകളാണ് 52 എണ്ണത്തിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകൾ 4 എണ്ണത്തിൻ്റെ വർധന ഉണ്ടായിട്ടുണ്ട്. മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് അർഹരാക്കിയ വിദ്യാലയങ്ങളുടെ ആകെ എണ്ണം കഴിഞ്ഞ വർഷം 2,581 ആയിരുന്നു. ഈ വർഷം ആകെ 2,474, 107 കുറവുണ്ട്. മാർച്ച് 4 മുതൽ 25 വരെയായിരുന്നു SSLC പരീക്ഷ നടന്നത്. ജില്ലയിൽ ഇത്തവണ 11,558 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 11,534 പേർ ഉന്നത പഠനത്തിന് അർഹത നേടി. 99.79% ജില്ലയുടെ വിജയ ശതമാനം. ജില്ലയിൽ ആകെ 1,573 വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. ഇതിൽ 1,043 പെൺകുട്ടികളും 530 ആൺകുട്ടികളും ഉൾപ്പെടുന്നു. ജില്ലയിലെ 145 സ്കൂളുകൾക്ക് 100% വിജയം നേടാനായി. ഇതിൽ 68 സ്കൂളുകൾ സർക്കാർ സ്കൂളുകളാണ്. 69 സർക്കാർ എയ്ഡഡ് സ്കൂളുകളും 8 അൺഎയ്ഡഡ് സ്കൂളുകളും 100% വിജയം നേടി. കല്ലാർ സർക്കാർ സ്കൂളിലായിരുന്നു ഇത്തവണയും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത് എഴുകുംവയൽ സർക്കാർ ഹൈസ്കൂളിലുമായിരുന്നു. ഇടുക്കിയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നു. മിക്ക അണക്കെട്ടുകളിലും സംഭരണശേഷിയുടെ 40% താഴെ മാത്രമാണ് വെള്ളമുള്ളത്. തുടർച്ചയായി വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ വൻ പ്രതിസന്ധി ഉടലെടുക്കാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം ഇടുക്കിയിലെ ജലനിരപ്പ് 2,335.78 അടിയാണ്. സംഭരണശേഷിയുടെ 34.36% മാത്രം വെള്ളമാണ് ഇടുക്കിയിലുള്ളത്. ഇടുക്കിയുടെ ഡൈവേർഷൻ ഡാമായ കല്ലാർ പൂർണ്ണമായും വറ്റിവരണ്ടോ. ഇരട്ടയാറിൽ 20% താഴെയാണ് ജലനിരപ്പ്. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ പൊന്മുടിയിൽ 36.81% വെള്ളമാണുള്ളത്. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് പന്നിയാർ പദ്ധതിയുടെ ഭാഗമായ ആനയിറങ്കൽ ഡാം തുറന്നുവിട്ട് പൊന്മുടിയിലേക്ക് വെള്ളം എത്തിച്ചിരുന്നതായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനീഷ ബാലാജി പറഞ്ഞു. പന്നിയാർ പവർ ഹൗസിന്റെ ഭാഗമായിട്ട് നമുക്ക് 2 ഡാമുകളാണുള്ളത്, ആനയിറങ്കൽ ഡാമും പൊന്മുടി ഡാമും. ആനയിറങ്കൽ ഡാം പൊന്മുടി ഡാമിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിന് വേനൽക്കാലത്ത് വെള്ളം കൊണ്ടുവരുന്ന സ്റ്റോറേജ് ഡാമാണ്. അത് നമ്മൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ആദ്യത്തിൽ തുറന്നിട്ടുണ്ട്. അവിടെ നിന്നുള്ള വെള്ളം പൊന്മുടിയിലേക്ക് വരുന്നുണ്ട്. പക്ഷേ സമീപ പ്രദേശങ്ങളിൽ മഴ പെയ്തെങ്കിലും പൊന്മുടിയിൽ കഴിഞ്ഞ വർഷത്തേക്കാളും വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ഏകദേശം 10% വെള്ളം ഇപ്പം കുറവാണ്. മാട്ടുപ്പെട്ടിയിലാണെങ്കിൽ മാട്ടുപ്പെട്ടിയിലേക്കുള്ള സ്റ്റോറേജ് ഡാമാണ് കുണ്ടള ഡാം. കുണ്ടള ഡാമിലെ വെള്ളമാണ് ഇപ്പോൾ മാട്ടുപ്പെട്ടിയിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും പവർ ജനറേഷൻ, പള്ളിവാസൽ പവർ ഹൗസിൻ്റെ പവർ ജനറേഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ലെവൽ ഏകദേശം ഒരുപോലെയാണ് നിൽക്കുന്നത്.
പക്ഷെ പൊന്മുടിയിലെ ഇതിൽ നമുക്ക് നല്ല രീതിയിൽ വെള്ളത്തിന് കുറവുണ്ട്. അപ്പോൾ വേനൽ മഴ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഇനി മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അടുത്ത 1-2 ആഴ്ചയ്ക്ക് മഴ കിട്ടുമെന്നുള്ള പ്രതീക്ഷിക്കാം. ചെറുകിട അണക്കെട്ടുകളായ മാട്ടുപ്പെട്ടി, കുണ്ടള, കല്ലാർകുട്ടി അണക്കെട്ടുകളിൽ 50% മുകളിൽ വെള്ളമുണ്ട്. കുണ്ടളയിൽ 70.46%, കല്ലാർകുട്ടിയിൽ 74.3%, മാട്ടുപ്പെട്ടിയിൽ 53.57% വെള്ളമുണ്ട്. കഴിഞ്ഞ മഴക്കാലങ്ങളിൽ അണക്കെട്ടുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണും ചെളിയും നീക്കം ചെയ്യാത്തതിനാൽ മിക്ക അണക്കെട്ടുകളിലെയും സംഭരണശേഷിയിൽ കാര്യമായ വ്യത്യാസമുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കിയിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും അണക്കെട്ടുകളിലേക്ക് കാര്യമായ വെള്ളം ഒഴുകിയെത്തിയിട്ടില്ല. ഹൈറേഞ്ചിലെ തോട്ടം മേഖല നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജനങ്ങൾ കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുടെയും നിസ്സംഗത മാപ്പർഹിക്കാത്ത വീഴ്ചയാണെന്ന് UDF ജില്ലാ നേതൃത്വം കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കർഷകരുടെ ദുരിതം മാറ്റുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് UDF നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. കൃഷിയും നിർമ്മാണവും നടത്തുന്ന ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന ജില്ലയിലെ ദുരന്ത നിവാരണ അതോറിറ്റിക്കും ജില്ലാ ഭരണകൂടത്തിനും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കാനുള്ളതെന്ന് വ്യക്തമാക്കണം. ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ജില്ലയെ വരൾച്ചാബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണം. കൃഷി നഷ്ടപ്പെട്ട കർഷകർക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കണം. കർഷകരുടെ കടങ്ങളുടെ പലിശ എഴുതിത്തള്ളുകയും വായ്പയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും ചെയ്യണം. അതുകൊണ്ട് അടിയന്തരമായി കൃഷിക്കാർ എടുത്തിരിക്കുന്ന വായ്പയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം. 2, ഈ വർഷത്തെ പലിശ എഴുതിത്തള്ളാനായിട്ട് ഗവൺമെൻറ് തയ്യാറാവും. കാരണം അവർക്ക് ഈ കൃഷിനാശം സംഭവിച്ച ആളുകൾക്ക് പലിശ പോലും അടയ്ക്കാനായിട്ട് അവർക്ക് നിവൃത്തിയില്ല. ആ ഒരു സന്ദർഭത്തിൽ ഈ പലിശ എഴുതിത്തള്ളാൻ ഗവൺമെൻറ് തയ്യാറാവും. പുനർകൃഷിക്ക് വേണ്ടിയിട്ട് പ്രത്യേക പാക്കേജ് തയ്യാറാവും. പ്രത്യേക പാക്കേജ് നമുക്കറിയാമല്ലോ, 1 ഏക്കർ സ്ഥലത്ത് ഏലം കൃഷി ചെയ്യണമെങ്കിൽ, പുനർകൃഷി ചെയ്യണമെങ്കിൽ അതിന് വേണ്ടി വരുന്ന ചെലവുകൾ, അതിൻ്റെ ഒരു ഭാഗം അവൻ ആനുകൂല്യമായി ഗവൺമെൻറ് നൽകാൻ തയ്യാറാണ്. അതിന് പ്രത്യേക പാക്കേജ് ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് പ്രത്യേകമായ ഒരു സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാവണം. അല്ലെങ്കിൽ ഇവിടെ ആളുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഇതിൽ ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും അടിയന്തരമായി ഇടപെടാൻ തയ്യാറാവും. കുടിവെള്ളത്തിന്റെ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമലിൽ കെട്ടിവെച്ച സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിവായി നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സമീപനം പ്രതിഷേധാർഹമാണ്. കുടിവെള്ളത്തിന്റെ വില ദിനംപ്രതി വർദ്ധിക്കുകയാണ്. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ടാങ്കറുകളും ആവശ്യമെങ്കിൽ സ്വകാര്യ ടാങ്കറുകൾ വാടകയ്ക്കെടുത്തും ജില്ലയിലെ ജലാശയങ്ങളിൽ നിന്നും കുടിവെള്ളം സംഭരിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാൻ ജലവിഭവ വകുപ്പ് മന്ത്രി തയ്യാറാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. കുടിവെള്ളത്തിന്റെ എത്തിക്കുക എന്നുള്ളതിൻ്റെ അതിൻ്റെ ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ തലയിൽ മാത്രം വെച്ച് കെട്ടിയിട്ട് ഗവൺമെൻറ് അങ്ങ് കൈ കഴിയും മാറി നിൽക്കുകയാണ്. അവരുടെ കയ്യിൽ പണത്തിൻ്റെ അപര്യാപ്തത നിൽക്കുകയാണ്. നമുക്കറിയാം, ഈ ത്രിതല പഞ്ചായത്തുകളെ കൊണ്ട് ഈ കുടിവെള്ളത്തിൻ്റെ വിതരണം മുഴുവനും കൃത്യമായി അവരെ കൊണ്ട് ഇത് നടത്താനായിട്ട് കഴിയുന്ന കാര്യമല്ല. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഇടപെടണം. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ നിരവധിയായിട്ടുള്ള ഡാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ കൈവശം ടാങ്കർ ലോറികളുണ്ട്. ആ ടാങ്കർ പ്രത്യേകിച്ച് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്കെല്ലാം ടാങ്കർ ലോറികളൊക്കെ ഉണ്ട്. ആ ടാങ്കർ ലോറികളും അല്ലെങ്കിൽ മറ്റ് ടാങ്കർ ലോറികളൊക്കെ വാടകയ്ക്ക് എടുത്ത് കൃത്യമായും ജലാശയങ്ങളിൽ നിന്നും ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള അടിയന്തര നടപടി സ്വീകരിക്കുവാൻ ഗവൺമെൻറ് തയ്യാറാവുന്നു. അല്ലാതെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ അങ്ങനെ കാര്യം നടക്കുന്നു. തേയില, കാപ്പി, കുരുമുളക്, കൊക്കോ, ഗ്രാമ്പു, ജാതി എന്നീ കൃഷികൾക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. ഇത് ഒരു ദുരന്തബാധിത മേഖലയായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സാധാരണ ഇത്തരം വരൾച്ചകൾ ഉണ്ടാകുമ്പോൾ റവന്യൂ വകുപ്പും കൃഷി വകുപ്പും ജോയിൻ്റായിട്ട് ഇതിനെപ്പറ്റി കണക്കുകൾ എടുക്കുകയും കൃത്യമായിട്ട് ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും നിവേദനം കൊടുക്കും. സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിന് നിവേദനം കൊടുക്കും. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ കാര്യത്തെപ്പറ്റി ഈ 2 വകുപ്പും, കൃഷി വകുപ്പും റവന്യൂ വകുപ്പും ആലോചിച്ചിട്ട് പോലുമില്ല. കഴിഞ്ഞ ദിവസം കൃഷി വകുപ്പിൻ്റേതായ ഒരു പ്രസ്താവന വന്നു. 43 കോടി രൂപയാണ് ഇടുക്കി ജില്ലയിൽ മൊത്തം നാശനഷ്ടം ഉണ്ടായതെന്ന്. ഈ കണക്ക് എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഈ ഹൈറേഞ്ച് മേഖലയുടെ വിവിധ മേഖലകളിൽ സഞ്ചരിച്ചു. അത്
അടിമാലി മുതൽ കുമിളി വരെയുള്ള അല്ലെങ്കിൽ ഹൈറേഞ്ചിൻ്റെ എല്ലാ മേഖലകളിലും സഞ്ചരിച്ചപ്പോൾ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം എന്ന് പറയുന്നത് 43 കോടിക്ക് മുതൽ അല്ല, നമുക്കറിയാം 40,000 കോടിയുടെ മുകളിൽ നഷ്ടം വന്നിട്ടുണ്ട്. കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ അറിയാം. ഒരു ഏലച്ചെടിക്ക് അത് നാശം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് കൃഷി ചെയ്ത് അത് ആദായത്തിലേക്ക് വരണമെങ്കിൽ 3 വർഷം കഴിയണം. വാർത്താ സമ്മേളനത്തിൽ UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, കൺവീനർ പ്രൊഫസർ MJ ജേക്കബ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, CMP ജില്ലാ പ്രസിഡന്റ് KA കുര്യൻ, OR ശശി എന്നിവർ പങ്കെടുത്തു. ജില്ലയിൽ കൊടും വേനലിൽ നാശം സംഭവിച്ച കൃഷിയിടങ്ങൾ UDF ജില്ലാ നേതൃത്വം സന്ദർശിച്ചു. വരൾച്ചാ ബാധിത പ്രദേശമായി ജില്ലയെ പ്രഖ്യാപിക്കുന്നതിനൊപ്പം കർഷകർക്കായി പ്രത്യേക പാക്കേജും ധനസഹായവും സർക്കാർ അനുവദിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. ജില്ലയുടെ സാമ്പത്തിക ഉറവിടമായ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഇക്കൊല്ലത്തെ വേനൽ സമ്മാനിച്ചത്. ഏലവും കുരുമുളകും അടക്കം വേനൽ ചൂടിൽ പൂർണ്ണമായി നശിച്ചു. ഈ സാഹചര്യത്തിലാണ് ജില്ലയിലെ വിവിധ കൃഷിയിടങ്ങളിൽ UDF ജില്ലാ നേതൃത്വം സന്ദർശനം നടത്തിയത്. ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന കൃഷിനാശം സംബന്ധിച്ച് സർക്കാർ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇതോടെ കർഷകർ വലിയ ആശങ്കയിലായിരിക്കുകയാണ്. നാശം സംഭവിച്ച കൃഷിയിടങ്ങളിൽ കർഷകർക്കിനി പുനർകൃഷി മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. ലോണെടുത്ത കർഷകരാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത്. ജില്ലയെ വരൾച്ചാബാധിത പ്രദേശമായി പ്രഖ്യാപിക്കുകയും കർഷകർക്കായി പ്രത്യേക പാക്കേജ് അനുവദിക്കുകയും വേണം. വായ്പയെടുത്ത് കൃഷി ഇറക്കിയവർക്ക് മൊറട്ടോറിയം അനുവദിക്കുകയും പലിശ എഴുതിത്തള്ളുകയും ചെയ്യണമെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആവശ്യപ്പെട്ടു. നമ്മൾക്കറിയാം, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഏലം ഇത് മുഴുവനും ഉണങ്ങിപ്പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ മുഴുവനും ഇവിടെ പുനർകൃഷി എന്നുള്ളതല്ലാതെ വേറൊരു ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഒരു വായ്പയെടുത്ത് കൃഷി ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കൃഷി നഷ്ടപ്പെട്ടു, അയാളുടെ ഉപജീവനമാർഗം നഷ്ടപ്പെട്ടു, അയാൾക്ക് പണമടയ്ക്കാനായിട്ട് ബാങ്കിൽ പണം തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ല, പുനർകൃഷി നടത്താനായിട്ടുള്ള യാതൊരുവിധ സാമ്പത്തിക സൗകര്യവും അയാൾക്കില്ല. അങ്ങനെ എല്ലാം തകർന്ന നിലയിലേക്കാണ് ഒരു കൃഷിക്കാരൻ എത്തി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടാൻ തയ്യാറാവണം. ഈ മേഖലയെ ഒരു വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം. കൃഷിക്കാർക്ക് വേണ്ടി പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഗവൺമെന്റ് കൊണ്ടുവരണം. അങ്ങനെ ഈ കൃഷിക്കാരെ വായ്പ എടുത്തിരിക്കുന്ന വായ്പകൾക്കെല്ലാം മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ വായ്പകളുടെ പലിശ എഴുതി തള്ളുകയും ചെയ്യണം. അങ്ങനെ കൃഷിക്കാരെ നിലനിർത്തണം. പുനർകൃഷി ചെയ്യുന്നതിനുള്ള സാമ്പത്തിക സഹായം കൊടുക്കുവാൻ ഗവൺമെന്റ് തയ്യാറാവണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഇവിടെ കൃഷിക്കാർക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ജില്ലയിലെ കാർഷിക മേഖലയ്ക്ക് ഇത്രയും നാശങ്ങൾ സംഭവിക്കുമ്പോൾ റവന്യൂ വകുപ്പും കൃഷി വകുപ്പും കുറ്റകരമായ അനാസ്ഥയാണ് തുടരുന്നത്. കൃഷിനാശം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട കൃഷിവകുപ്പിന്റെ കണക്കുകൾ തെറ്റാണ്. കർഷകർക്ക് പുനർകൃഷി ചെയ്യാൻ സർക്കാർ ധനസഹായം നൽകണമെന്ന് UDF ജില്ലാ കൺവീനർ MJ ജേക്കബ് പറഞ്ഞു. 50% മുകളിൽ വരൾച്ച ബാധിച്ചു കഴിഞ്ഞാൽ അത് വരൾച്ച ബാധിത പ്രദേശമായിട്ട് പരിഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിൽ നിവേദനം കൊടുക്കേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ്. അങ്ങേയറ്റം നിർഭാഗ്യകരമെന്ന് പറയട്ടെ, കൃഷി വകുപ്പ് കഴിഞ്ഞ ദിവസം ഇറക്കിയ പത്രക്കുറിപ്പിൽ ഇടുക്കി ജില്ലയിൽ 43 കോടി രൂപയുടെ നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർക്ക് എവിടെ നിന്ന് ഈ കണക്ക് കിട്ടി? ആരാണ് ഇവർക്ക് ഈ കണക്ക് കൊടുത്തിരിക്കുന്നത്? 43 പോയിട്ട് 4,000 കോടി രൂപയുടെ അല്ല 40,000 കോടി രൂപയുടെ അല്ല നഷ്ടം വന്നിരിക്കുന്നത്. അത് പറയാൻ കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ നിൽക്കുന്ന ഏലച്ചെടികൾ, ഹൈറേഞ്ച് മേഖലയിലുള്ള മിക്കവാറും ഏലച്ചെടികളിൽ സിംഹഭാഗവും ഉണങ്ങിയിരിക്കുകയാണ്. ഇത് 10 വർഷത്തേക്ക് ഈൽഡ് കിട്ടുന്നതാണെങ്കിൽ ഇത് പുനഃകൃഷി ചെയ്ത് വീണ്ടും ഇത് വരണമെങ്കിൽ കൃഷിക്കാരന് കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത വരും. ഇതിൽ നിന്നുള്ള ഈൽഡ് അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ബാങ്കിൽ കടമെടുത്തിരിക്കുന്നവർക്ക് വലിയ ബാധ്യത ഉണ്ടായിരിക്കുന്നു. ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നിട്ടും അത് മനസ്സിലാക്കാതെ ഇതിനെപ്പറ്റി പഠനം നടത്താതെ ഇവിടെ 43 കോടി രൂപയുടെ മാത്രമേ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നത് അങ്ങേയറ്റം നിരുത്തരവാദപരമായിട്ടുള്ളതാണ്. ഇടുക്കി ജില്ലയുടെ സാമ്പത്തികത്തെ നിയന്ത്രിക്കുന്ന കർഷകരുടെ ഈ പ്രതിസന്ധിക്ക് മേൽ അടിയന്തരമായി ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും ഇടപെടണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ ആവശ്യപ്പെട്ടു. ഇനി ഇത് എത്ര നാൾ നേരിടേണ്ടി വരും എന്ന് ദൈവം തമ്പുരാനെ അറിയൂ. അതുകൊണ്ട് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇതിന് പരിഹാരമുണ്ടാക്കാൻ ഇവിടെ സംവിധാനം ഉണ്ടാക്കിയേ പറ്റൂ. ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഭരണകൂടവും അടിയന്തരമായി ഇടപെട്ട് ഈ ജില്ലയിലെ സാമ്പത്തികത്തെ നിയന്ത്രിക്കുന്നത് ഇടുക്കി ജില്ലയിലെ കർഷകരാണ്. ഇവിടെ നിലനിൽപ്പിന്റേതാണ്.
അവൻ നിലനിൽക്കാൻ വേണ്ടി അവൻ പണിയെടുക്കുവാൻ അവന്റെ സ്ഥലത്താണ് ഇതെല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോൾ കരിഞ്ഞുണങ്ങുമ്പോൾ അതിന് യാതൊരു പ്രതിവിധിയും ഇല്ലാതിരിക്കുമ്പോഴാണ് ഞങ്ങളിത് അറിഞ്ഞ് UDF ജില്ലാ സമിതി ഒരു തീരുമാനമെടുക്കുകയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിവിധ പ്രദേശങ്ങൾ ഏലക്കാടുകൾ നശിച്ച പ്രദേശങ്ങൾ കാണാൻ ഇറങ്ങിയതാണ്. ഏലക്കാട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ വലുതായി നിങ്ങൾ കാണരുത്. 1, 1.5, 2, അരയും ഏക്കറുള്ള സാധാരണക്കാരനായ ആളുകൾ, പട്ടിണിപ്പാവങ്ങളായ ആളുകളാണ് ഇവിടെ കർഷകരുള്ളത്. അപ്പോൾ അവരുടെ വേദനയിൽ പങ്കുചേരാൻ ഞങ്ങൾക്ക് ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ഇവരോട് അനുഭാവം പ്രകടിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഇതിന് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടുന്നില്ലെങ്കിൽ ഏതു സമരം ചെയ്യാനും ഇവരോടൊപ്പം ചേർത്ത് പിടിക്കാനും ഞങ്ങൾ തയ്യാറാണ്. കൃഷിക്കാർക്ക് നേരെ കുതിരകീറുന്ന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും കർഷകരുടെ ദുരവസ്ഥ കാണാൻ തയ്യാറാകുന്നില്ല. കാഞ്ചിയാർ വെങ്ങാലൂർ കടയിലുള്ള മൂക്കിലിക്കാട്ട് വർക്കിയുടെ കൃഷിയിടത്തിലാണ് നേതാക്കൾ സന്ദർശനം നടത്തിയത്. നേതാക്കളായ KA കുര്യൻ, ജോർജ് ജോസഫ് പടവൻ, OR ശശി തുടങ്ങി നിരവധി നേതാക്കളും സന്ദർശനത്തിൽ പങ്കാളികളായി. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി കട്ടപ്പന വെള്ളിയാങ്കുടിയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ വലിയ വരൾച്ച ബാധിക്കുമ്പോൾ റോഷി അഗസ്റ്റിൻ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇടുക്കി ജില്ലയെ ബാധിച്ചിരിക്കുന്ന കൊടിയ വരൾച്ചയ്ക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത ജലവിഭവ വകുപ്പിനെതിരെയും മന്ത്രിക്കെതിരെയുമാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും പരിഹരിക്കാൻ ഉത്തരവാദിത്തമുള്ള ജലവിഭവ വകുപ്പ് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്റെ സ്വന്തം മണ്ഡലത്തെ പോലും ഇക്കാര്യത്തിൽ ഗൗനിക്കുന്നില്ല. ജില്ലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് സംഘടിപ്പിച്ചത്. വെള്ളയാങ്കുടി KSRTC ഡിപ്പോ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമരം UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയനെ മുണ്ടുടുപ്പിച്ച് ആനയിച്ചു നടത്താൻ മാത്രമേ റോഷി അഗസ്റ്റിന് കഴിയുന്നുള്ളൂ. കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും ജില്ലയിലെ പ്രതിസന്ധിക്കെതിരെ ഒരു നടപടിയും മന്ത്രി സ്വീകരിക്കുന്നില്ലെന്നും ജോയി വെട്ടിക്കുഴി ആരോപിച്ചു. ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും വരൾച്ച പോലെയുള്ള അതീവ ഗുരുതരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ ജലവിതരണ വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് കേരളത്തിലുള്ളത്. അവരാ ഉത്തരവാദിത്തം ചെയ്യാനായിട്ട് തയ്യാറാവണം. നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള ആളാണ് ഈ ജലവിതരണ വകുപ്പിന് ഉത്തരവാദിത്തമുള്ള വകുപ്പിന്റെ മന്ത്രിയായി ഈ രാജ്യത്ത് ഭരണം നടത്തുന്നത്. ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ പോയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ചുമ്മാ മക്കുണ്ണനെ പോലെ പോയി അവിടെ മന്ത്രിയാണെന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമുണ്ടോ? ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണ്ടേ? ഇവിടെ വെള്ളം വിതരണം ചെയ്യേണ്ട സമയത്ത് വെള്ളം വിതരണം ചെയ്യണ്ടേ? അല്ലാതെ ഇവിടെ പിണറായി വിജയനെ മുണ്ടുപിടിപ്പിച്ച് അയാളുടെ രഹസ്യം നോക്കി നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സംസ്ഥാനത്ത് ഒരു മന്ത്രിയുടെ ആവശ്യം നമുക്കുണ്ടോ? ഇവിടെ ഈ കുടിവെള്ളം നമ്മുടെ വരൾച്ച ആരംഭിക്കുമ്പോൾ 1000 ലിറ്റർ വെള്ളത്തിന് 300 രൂപയായിരുന്നു. അതിന്ന് 700 രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. വെള്ളം കിട്ടാനില്ല. സ്രോതസ്സുകളെല്ലാം വറ്റിവരണ്ടുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇടുക്കി ഡാം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും വെള്ളമെടുത്ത് ആളുകൾക്ക് വെള്ളം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി സ്വീകരിക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ള മന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത് ശരിയായ ഒരു സമീപനമല്ല. ജില്ലയിൽ മുടങ്ങിക്കിടക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ള ശുദ്ധജല വിതരണം പുനഃസ്ഥാപിക്കുക, പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതിനെതിരെ അടിയന്തര നടപടി സ്വീകരിക്കുക, ജില്ലയിലുണ്ടായിരിക്കുന്ന കൃഷിനാശത്തെക്കുറിച്ച് പഠിക്കുവാൻ സർക്കാർ സമിതിയെ നിയോഗിക്കുകയും കൃഷിനാശം നേരിട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുകയും ചെയ്യുക, മന്ത്രി റോഷി അഗസ്റ്റിൻ മൗനം വെടിയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം.
യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് ദേവസിയ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് ജോമോൻ പി ജെ, അഡ്വക്കേറ്റ് മോബിൻ മാത്യു, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാരി ബിനു ശങ്കർ, KSU സംസ്ഥാന സെക്രട്ടറി ജിതിൻ ഉപ്പുമാക്കൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഞ്ജിത്ത് രാജീവ്, ഷാനു ഷാഹുൽ, AM സന്തോഷ്, സജീവ് KS തുടങ്ങി നിരവധി ആളുകൾ സമരത്തിൽ പങ്കെടുത്തു. കൊടും വേനലിൽ കാഞ്ചിയാർ വെങ്ങാലൂർ കടയിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലം കൃഷി പൂർണ്ണമായും നശിച്ചു. കണ്ണമ്പള്ളിയിൽ വർഗീസ് മാണിയുടെ 5 ഏക്കർ സ്ഥലത്തെ ഏലം കൃഷിയാണ് നശിച്ചത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഏലം കൃഷി ഹൈറേഞ്ചിൽ നിന്ന് പടിയിറങ്ങും. കടുത്ത വേനൽച്ചൂട് ഹൈറേഞ്ചിലെ ഏലം കൃഷിക്ക് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ണമ്പള്ളി വർഗീസ് മാണിയുടെ വെങ്ങാലൂർ കടയിലെ 5 ഏക്കർ സ്ഥലത്തെ കൃഷി പൂർണ്ണമായും നശിച്ചു. ലോണെടുത്ത് കൃഷിയിറക്കിയതിനാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയെയാണ് കർഷകൻ നേരിടുന്നത്. ഇവിടെ പ്രധാനമായും ഏലമായിരുന്നു പരിപാലിച്ചു വന്നിരുന്നത്. വേനലിന്റെ ആരംഭത്തിൽ തന്നെ കൃഷിയെ പരിപാലിക്കാൻ വലിയ തോതിൽ ജലസേചനമടക്കം നടത്തിയിരുന്നെങ്കിലും കനത്ത താപനില കർഷകന്റെ പരിശ്രമത്തിന് തിരിച്ചടി നൽകി. ഈ വരൾച്ച കൊണ്ട് മഴ പെയ്യാത്തത് കൊണ്ട് ചെടിയുണ്ട് കംപ്ലീറ്റ് ഒരു 4500 ചെടികളും കംപ്ലീറ്റ് പോയി. അത് 3-ാം വർഷം 4-ാം വർഷം ചെടിയാണ് പോയിരുന്നത്. അത് കംപ്ലീറ്റ് വിളവെടുപ്പിൻ്റെ ഭാഗമായി വന്ന ചെടിയാണ്. ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ വർഷം പൊതുവെ മഴക്കുറവ് കൊണ്ട് ആദായം കുറവായിരുന്നു. ആദായം കുറവുള്ളപ്പം കടമൊക്കെ മേടിച്ച് നമ്മളെ കൃഷി വീണ്ടും നല്ല രീതിയിലേക്ക് വന്നത്. കൃഷി നല്ലൊരു ഈ വർഷം കാലാവസ്ഥ ഇണങ്ങി കിട്ടിയായിരുന്നു നല്ലൊരു ക്രോപ്പ് കിട്ടിയേനെ. അപ്പോൾ അങ്ങനെ ഇനി മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. എല്ലായിടത്തും ഇതുപോലെ ഉണക്കേറ്റ് പോയി. എല്ലാം തട്ടയൊക്കെ ഈ വർഷം മേടിക്കാൻ കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല. സ്വന്തമായി നമുക്കില്ല. ഉള്ളത് മിക്കവാറും മുഴുവൻ പോയി. ഏലച്ചെടികളെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമം നടത്തിയെങ്കിലും കൃഷിയിടത്തിലെ ജലസ്രോതസ്സുകൾ വറ്റിവരേണ്ടത് തിരിച്ചടിയായി. മുൻപുണ്ടായ കടുത്ത വേനലുകളിലും ഇന്നേ വരെ വറ്റാത്ത പാറക്കുളങ്ങൾ പോലും വറ്റിവരേണ്ടതോടെ ഭീമമായ തുക മുടക്കി കർഷകൻ വെള്ളമെത്തിച്ച് കൃഷി സംരക്ഷിക്കാൻ ശ്രമം നടത്തി. എന്നാൽ സാമ്പത്തിക നഷ്ടമുണ്ടായതല്ലാതെ ഫലം കണ്ടില്ല. ഇതോടെ കർഷകന്റെ കണ്ണീരും വറ്റുന്ന നേർചിത്രമാണ് കൃഷിയിടങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഏലത്തിന് പുറമെ കുരുമുളക് കൃഷിയും കരിഞ്ഞുണങ്ങുകയാണ്. നിലവിലെ കൃഷികൾ നശിച്ചതോടെ പുനർകൃഷി മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. എന്നാൽ ജില്ലയെ ആകമാനം പ്രതികൂലമായി ബാധിച്ച വേനൽ ചൂടിൽ പുതിയ ഏലത്തട്ടുകൾ ലഭ്യമാകുമോ എന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കർഷക ആത്മഹത്യകൾക്ക് നാട് സാക്ഷിയാകേണ്ടി വരും. കാലാവസ്ഥാ വ്യതിയാനവും കനത്ത ചൂടും ജാതി കർഷകർക്ക് തിരിച്ചടിയാകുന്നു. അമിതമായ ചൂട് കാരണം ജാതി മരങ്ങൾ ചുവടെ ഉണങ്ങിപ്പോകുന്ന അവസ്ഥയാണുള്ളത്. ഇതോടൊപ്പം കാപൊഴിച്ചിലും കൃഷിയിൽ നിന്നും കർഷകരെ പിന്തിരിപ്പിക്കുന്നു. ഹൈറേഞ്ചിൽ വേനൽ ശക്തമായതോടെ ജാതിമരങ്ങൾ പാടെ ഉണങ്ങിപ്പോവുകയാണ്. ആവശ്യമായ ജലം നൽകിയാലും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ജാതിമരങ്ങൾ ഉണങ്ങിപ്പോകുന്നു. ഇതോടൊപ്പം കാപൊഴിച്ചിലും രൂക്ഷമായി മാറിയിരിക്കുകയാണെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കാലാവസ്ഥ ഭയങ്കര അതികഠിനമായ ചൂട് മൂലം പല ജാതികളും തോട്ടങ്ങളും എല്ലാം കായെല്ലാം ഉണങ്ങി വരേണ്ട ഇങ്ങോട്ട് വിളവെടുക്കാൻ സാധിക്കാതെ വന്നൊരു നിലയിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കാളും ഇരട്ടി വിളവാണ് ഈ വർഷം ഇതിനോട് മരങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് കൂടാതെ തന്നെ നല്ല വിലയും ലഭ്യമാണ്. എന്നാലും ഈ ഇലകരിച്ചിലും അല്ലെങ്കിൽ കായ്ക്കുണ്ടാകുന്ന ഈ വെള്ളത്തിൻ്റെ ലഭ്യത കുറവുകൊണ്ട് പല ചെടികൾക്കും ഇപ്പോൾ എനിക്ക് തന്നെയാണ് പല ചെടികളുടെയും കായെല്ലാം കൂടെ ഇതിപ്പം ഈ ചെടിയുടെയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ആവശ്യത്തിനനുസരണം വെള്ളം കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഈ വർഷം ന്യായമായ കായുകൊണ്ട് നല്ല വിലയുമാണ് ഇപ്പം ലഭിക്കുന്നത്. ഇത് കാലാവസ്ഥ ശരിക്കും ബാധിക്കുന്നുണ്ട്. ഈ സമയങ്ങളിൽ ഒരു പുതുമഴയൊക്കെ പെയ്ത് ന്യായമായ രീതിയിൽ ഭൂമി നനഞ്ഞു നിന്നെങ്കിൽ ഈ സമയത്ത് ഇതിൻ്റെ ഇരട്ടി പൂവും കായും ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയം ഒരു 6 മാസത്തോളമായിട്ടില്ല മഴ പെയ്തിട്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഭൂമിയിൽ നിന്നുള്ള ജലാംശം നഷ്ടപ്പെട്ടതിന് ഫലമായിട്ടാണ് ഇത്തരം ഈ നിലവിലുള്ള കാ മാത്രമാണ് ഇപ്പം ഉള്ളത്. ഹൈറേഞ്ചിലെ കർഷകർ തങ്ങളുടെ കൃഷിദേഹണ്ഡങ്ങളിൽ ഇടവിളയായിട്ടാണ് ജാതി കൃഷി ചെയ്യുന്നത്. അത്യാവശ്യം വിപണിയിൽ ഇപ്പോൾ ജാതിക്കായ്ക്ക് വില ലഭിക്കുന്നുണ്ട്. എങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും അമിത ചൂടും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വേനൽമഴ ഇനിയും ലഭിച്ചില്ലെങ്കിൽ കാർഷിക മേഖല പാടെ തകരുന്ന അവസ്ഥയുണ്ടാകുമെന്നും കർഷകർ ചൂണ്ടിക്കാട്ടുന്നു. നെടുങ്കണ്ടം കോമ്പമുക്കിൽ കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ നിർമ്മാണ തൊഴിലാളി മരിച്ചു. പാലാർ കുന്നിൽ വിനോദാണ് മരിച്ചത്. ചുറ്റുപാറയിലെ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തട്ടുപൊളിക്കുന്നതിനിടെ വീടിന്റെ സൺഷെയ്ഡിൽ നിന്നും ഇദ്ദേഹം താഴേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
നെടുങ്കണ്ടത്ത് ട്രാൻസ്ഫോമറിൽ നിന്നും തീ പടർന്നു. അമിത വൈദ്യുതി ഉപയോഗം മൂലമാണ് തീ പടർന്നതെന്ന് KECB അറിയിച്ചു. ട്രാൻസ്ഫോമർ പരിധിയിൽ അമിത വൈദ്യുതി ഉപയോഗം ഉണ്ടായതിനെ തുടർന്ന് കേബിളുകൾ പഴുത്ത് തീ പിടിക്കുകയായിരുന്നു. സമീപത്തുള്ള ഏലത്തോട്ടത്തിലേക്കും തീ പടർന്നു. ഇതോടെ ഏലച്ചെടികളും കത്തിനശിച്ചു. തിരുമേനി എസ്റ്റേറ്റിലെ ഏലച്ചെടികളാണ് കത്തിനശിച്ചത്. നാട്ടുകാരുടെ അവസരോചിത ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റിന് തുടക്കം കുറിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ടൂറിസം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന ടൂറിസം കേന്ദ്രമായി മാറ്റാനുതകുന്ന കാലാവസ്ഥയാണ് കാന്തല്ലൂരിനുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. കാന്തല്ലൂരിന്റെ ടൂറിസം വികസനത്തിനായും അവധിക്കാലത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും ലക്ഷ്യമിട്ടാണ് 7 മുതൽ 12 വരെ കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് നടക്കുന്നത്. 2ാം തവണയാണ് ഫെസ്റ്റ് നടക്കുന്നത്. കാന്തല്ലൂർ പഞ്ചായത്ത്, റിസോർട്ട് ആൻഡ് ഹോം സ്റ്റേ അസോസിയേഷൻ, ഡ്രൈവേഴ്സ് യൂണിയൻ എന്നിവർ ചേർന്നാണ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ടൂറിസം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന ടൂറിസം കേന്ദ്രമായി മാറ്റാനുതകുന്ന കാലാവസ്ഥയാണ് കാന്തല്ലൂരിനുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. നമ്മുടെ സുഹൃത്തു കൂടിയായിട്ടുള്ള ജോഷിയുടെ കൂടി ക്ഷണപ്രകാരം ഇവിടെ വരാനും കാന്തല്ലൂരിനെ കേട്ടും അറിഞ്ഞും മാത്രം അനുഭവമുള്ള ഒരു നാടിനെ നേരിട്ട് അനുഭവിക്കാനും ലഭ്യമായിട്ടുള്ളൊരവസരം യഥാർത്ഥത്തിൽ രാവിലെ റെസ്പോൺസിബിൾ ടൂറിസം മിഷന്റെ CEO ആയിട്ടുള്ള രൂപേഷുമായിട്ടും പഞ്ചായത്ത് ഭാരവാഹികളുമൊക്കെയായി സംസാരിക്കുമ്പോൾ ലോകത്തിൽ തന്നെ ശ്രദ്ധേയമാകുന്ന വിധത്തിൽ, എന്നാൽ നാടിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് ഒരു കുറവും പറ്റാത്ത വിധത്തിൽ ലോകശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി യഥാർത്ഥത്തിൽ കാന്തല്ലൂരിനെ മാറ്റാൻ കഴിയുന്ന ഒരു കാലാവസ്ഥ നമുക്ക് അനുഗ്രഹീതമായി ഇവിടെയുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു, ഭൗമ്യ പദവി ലഭ്യമായിട്ടുള്ള, സൂചിക പദവി ലഭ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട 2 വിഭവങ്ങളുടെ കേന്ദ്രമാണ് കേരളത്തിൽ യഥാർത്ഥത്തിൽ മറയൂരിനോട് കൂടി ചേർന്ന് നിൽക്കുന്ന കാന്തല്ലൂർ എന്ന ഈ ഗ്രാമം. ഒന്ന് വെളുത്തുള്ളിയും മറ്റൊന്ന് ശർക്കരയും. ഭൗമസൂചിക പദവി ലഭ്യമായി ലോകത്തു തന്നെ കാന്തല്ലൂരിനെയും മറയൂരിനെയും അടയാളപ്പെടുത്തുന്ന വിധത്തിലുള്ള 2 വിഭവങ്ങൾ കൊണ്ട് മാത്രമല്ല, ഒരുപക്ഷെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള പഴവർഗ്ഗങ്ങളുടെ ലഭ്യത കൊണ്ട് നാട്ടിലേറ്റവും ശ്രദ്ധേയമായി മാറേണ്ട ഒരു സ്ഥലമാണ് കാന്തല്ലൂർ. ഉദ്ഘാടന ചടങ്ങിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ അധ്യക്ഷത വഹിച്ചു. RT മിഷൻ കോർഡിനേറ്റർ രൂപേഷ് കുമാർ വിശിഷ്ട അതിഥിയായി. കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT മോഹൻദാസ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഫെസ്റ്റ് കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും നടന്നു. പയസ് നഗർ ആനക്കോട്ടപ്പാറയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര ഫെസ്റ്റ് നഗരിയിൽ സമാപിച്ചു. തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ പതാക ഉയർത്തി. ഫെസ്റ്റിന്റെ ഭാഗമായി മറയൂർ, ചിന്നാർ, മൂന്നാർ മേഖലകളിൽ നിന്ന് പ്രത്യേക ടൂർ പാക്കേജ് ഉണ്ടായിരിക്കും. കാന്തല്ലൂരിലെ 49 ടൂറിസം കേന്ദ്രങ്ങൾ, ശിലായുഗ കാഴ്ചകൾ, മുനിയറകൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കാം. കൂടാതെ ഭൗമസൂചിക പദവി നേടിയ മറയൂർ ശർക്കര, കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി, ശീതകാല പച്ചക്കറികൾ, ആപ്പിൾ, സ്ട്രോബെറി, റാഗി, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയവ വിളയുന്ന തോട്ടങ്ങളും കാണാം. ചലച്ചിത്ര താരങ്ങൾ ഒരുക്കുന്ന മെഗാ ഷോ, വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾ എന്നിവ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ സുസ്ഥിരവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി വിജയകരമായി നടപ്പാക്കിയ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിന് മികച്ച ഗ്രാമീണ ടൂറിസം പദ്ധതി വിഭാഗത്തിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഗോൾഡ് അവാർഡ് ലഭിച്ചു. ഈ ഒരു ആവേശം കൂടി ഉൾക്കൊണ്ടാണ് ഇത്തവണ കാന്തല്ലൂർ ടൂറിസം ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ആധാരമെഴുത്തുകാരുടെ സംസ്ഥാന സമ്മേളനം മെയ് 9, 10, 11 തീയതികളിൽ ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ഓൺലൈൻ രജിസ്ട്രേഷൻ ഈ രംഗത്തിന് വലിയ വെല്ലുവിളിയായിരുന്നു. ലൈസൻസ് ഇല്ലാത്ത അക്ഷയക്കാർക്കും DTP സ്റ്റാഫുകൾക്കും ആധാരം ചെയ്യാൻ പറ്റും. വക്കീലന്മാരോ ആധാരമെഴുത്ത് ലൈസൻസുകളോ ഒപ്പിട്ട് കൊടുത്താൽ മതി. ഇത്തരത്തിൽ നിരവധി പ്രശ്നങ്ങളാണ് ഈ മേഖല നേരിടുന്നത്. സംസ്ഥാന സമ്മേളനം ഈ മാസം 9, 10, 11 തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് നടത്തുകയാണ്. കേരളത്തിലെ ആധാരമെഴുത്തുകാർ തൊഴിൽ രംഗത്ത് വർഷങ്ങളായി നേരിടുന്ന വെല്ലുവിളികൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടും. ഈ തൊഴിൽ മേഖല ഈ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഈ പ്രതിസന്ധിക്കൊക്കെ പരിഹാരം കാണുക എന്നുള്ളതാണ് സമ്മേളനത്തിൻ്റെ മുഖ്യ ഉദ്ദേശം. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നാളെ കേരളത്തിലെ മുഴുവൻ ആധാരമെഴുത്ത് ഓഫീസുകൾക്കും അവധി ആയിരിക്കും. അതോടൊപ്പം തന്നെ കട്ടപ്പനയിൽ, ഇടുക്കി ജില്ലയിൽ 9-ാം തീയതി മുഴുവൻ ഓഫീസുകൾക്കും അവധിയായിരിക്കും. അതുപോലെ തന്നെ
പ്രാദേശികമായി കട്ടപ്പനയിൽ 9, 10 തീയതികളിൽ ആധാരമെഴുത്ത് ഓഫീസുകൾ അടച്ചിട്ട് സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുന്നവർ ജനങ്ങൾക്കൊട്ടേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാലതാമസവും ബാധ്യതകളും വരുത്തുന്നു. ബാധ്യതാ സർട്ടിഫിക്കറ്റ് അപേക്ഷ ഫീസടിച്ച് ഓൺലൈൻ വഴി നൽകുന്നവർ വലിയ തെറ്റുകൾ വരുത്തുന്നു. സർവേ നമ്പർ, ആധാര നമ്പർ, വർഷം, അളവുകളൊക്കെ തെറ്റിക്കുന്നത് മൂലം രണ്ടാമത് പിഴത്തിരുത്ത് ആധാരങ്ങൾ ചെയ്യേണ്ട സാമ്പത്തിക സാധ്യതകളും കാലതാമസവും പതിവാണ്. ഈ അവസരത്തിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. 24ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 9, 10, 11 തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുകയാണ്. ഇതിനു മുന്നോടിയായി യൂണിറ്റ് ജില്ലാ തലത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തുകയുണ്ടായി. ഇടുക്കി ജില്ലയുടെ സമ്മേളനം കട്ടപ്പനയിലാണ് നടന്നത്. വൻപിച്ച പരിപാടിയായിരുന്നു. കേരളത്തിലെ ആധാരമെഴുത്തുകാരുടെ ഏക സംഘടനയായ ഓൾ കേരള ഡോക്യുമെൻ്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ്റെ ശക്തിപ്രകടനം ആലപ്പുഴയിൽ ഉയർന്നു കേൾക്കുവാൻ ഈ ജില്ലയിലെ മുഴുവൻ ആധാരമെഴുത്തുകാരും ഈ സമ്മേളന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് മന്ത്രിമാരായ സജി ചെറിയാൻ, കെ രാജൻ, പി പ്രസാദ്, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല MLA തുടങ്ങിയവർ വിവിധ സമ്മേളനങ്ങളിൽ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ബെന്നി കല്ലുപുരയിടം, KV വേണുഗോപാല മേനോൻ, ജെയ്മോൻ വർഗീസ്, അനീഷ് മോൻ RS തുടങ്ങിയവർ പങ്കെടുത്തു. അടിമാലി പഴമ്പിള്ളിച്ചാൽ പരിശക്കല്ല് ഭാഗത്ത് കാട്ടാന ശല്യം രൂക്ഷം. ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാന ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങൾ കൃഷിനാശം വരുത്തുന്നത് കുടുംബങ്ങളെ വലയ്ക്കുകയാണ്. പ്രദേശത്ത് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഹാങ്ങിങ് ഫെൻസിംഗ് ഇനിയും വൈകാതെ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം കുടുംബങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. കാട്ടാന ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായ പ്രദേശങ്ങളിൽ ഒന്നാണ് അടിമാലി പഴമ്പള്ളിച്ചാൽ പരിശക്കല്ല് മേഖല. മുമ്പ് കാട്ടാനകൾ വീടുകൾ തകർത്തതിനൊപ്പം ആളുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട്. കാട്ടാന ആക്രമണത്തിൽ പല കർഷകരുടെയും കൃഷി നിലംപരിശായി കഴിഞ്ഞു. കാട്ടാന ആക്രമണത്തിൽ ഭയന്നാണ് ആളുകൾ കഴിഞ്ഞുകൂടുന്നത്. ഈ സാഹചര്യത്തിൽ പ്രദേശത്ത് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഹാങ്ങിങ് ഫെൻസിംഗ് ഇനിയും വൈകാതെ യാഥാർത്ഥ്യമാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ 1, 2 വാർഡുകളായ പഴമ്പിള്ളിച്ചാൽ പരിശക്കല്ല് ഈ പ്രദേശത്ത് കാട്ടാന അടക്കമുള്ള മൃഗങ്ങളുടെ ഉപദ്രവം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഈ ഭാഗത്ത് ഞങ്ങളുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഏതാണ്ട് 4 കിലോമീറ്റർ ഹാങ് ഫെൻസിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി 30 ലക്ഷം രൂപ നവാർഡിൽ നിന്ന് അനുവദിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഈ മെയ് മാസത്തിൽ അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ അതിന് കാലതാമസം വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പെരുമാറ്റച്ചട്ടത്തിൻ്റെ പേരിൽ ഇനി നീട്ടിക്കൊണ്ടു പോയാൽ ഇപ്പോൾ നിരവധിയായ ഏതാണ്ട് 90% കൃഷികൾ നശിപ്പിച്ചു. 4 വീടോളം പൂർണ്ണമായി ആന തള്ളി നശിപ്പിച്ചു. 2 കർഷകരെ ആന ചവിട്ടി കുത്തി കൊലപ്പെടുത്തി. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ ഞങ്ങൾ വളരെ ഭീതിയോടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മറ്റ് പെരുമാറ്റച്ചട്ടം അടക്കമുള്ള കാര്യങ്ങൾ നോക്കാതെ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി അനുവദിച്ച ഫണ്ട് കൊണ്ട് ഹാങ് ഫെൻസിങ് എത്രയും വേഗം നിർമ്മിക്കണമെന്നാണ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. 4 കിലോമീറ്ററോളം ദൂരത്തിൽ ഹാങ്ങിങ് ഫെൻസിംഗ് നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ നബാർഡിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു. തുടർ നടപടികളുടെ ഭാഗമായി മാസങ്ങൾക്ക് മുമ്പ് ഇതിന്റെ AS ലഭിക്കുകയും ഏപ്രിൽ മാസത്തിൽ ടെൻഡർ നടക്കുകയും ചെയ്തു. മെയ് മാസത്തിൽ നിർമ്മാണം ആരംഭിക്കുമെന്നായിരുന്നു ബന്ധപ്പെട്ടവർ പ്രദേശവാസികളെ അറിയിച്ചിരുന്നത്. പ്രദേശത്ത് കാട്ടാന ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത ഫെൻസിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ വേഗത്തിലാക്കണമെന്നാണ് ആവശ്യം. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ നീക്കവും സംസ്കരണവും പാളുന്നതായി പരാതി. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ പാതയോരങ്ങളിൽ മാസങ്ങൾക്ക് മുമ്പ് ചാക്കിൽ കെട്ടി കൂട്ടിയിട്ട മാലിന്യങ്ങൾ ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് ശേഖരിക്കുന്ന മാലിന്യം ക്ലീൻ കേരളയ്ക്ക് വേർതിരിച്ചു കയറ്റി അയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്ലാസ്റ്റിക് കൈമാറ്റം തടസ്സപ്പെട്ടു. ഇതോടെ വണ്ടൻമേട് പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ പഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് എത്തിച്ച് കത്തിക്കുകയും മണ്ണുമാന്തി യന്ത്രത്തിന്റെ സഹായത്താൽ കുഴിച്ചു മൂടുകയും ചെയ്യുന്നതായി ആരോപണമുണ്ട്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പഞ്ചായത്ത് വക സ്ഥലത്ത് വെച്ച് കത്തിക്കുകയും ബാക്കിയായത് ഇവിടെ തന്നെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മറവ് ചെയ്യുകയുമാണ് ഉണ്ടായതെന്ന് LDF അംഗങ്ങൾ ആരോപിക്കുന്നു. മിനി MCFകളിലും മാലിന്യം കൂമ്പാറമായിട്ട് കൂടി കിടക്കുന്നു. അത് നീക്കാനുള്ള നടപടികൾ ഇതുവരെ പഞ്ചായത്തിലൊന്നും ചെയ്തിട്ടില്ല. ചിലയിടത്ത് MCFൽ മാലിന്യം കൂടി കിടക്കുന്ന കാരണങ്ങളിലും കോളനികളിലൊക്കെ ഈ പനി പകരാൻ ഇത് ഒരു കാരണമായി കിടക്കുന്നു. അതുപോലെ MCFൽ കൂടുതൽ മാലിന്യങ്ങൾ കൂടി കിടക്കുന്നത് അവിടെ തന്നെ കത്തിക്കുന്നു.
അത് കത്തിച്ച് കളയാനുള്ള അവകാശം ആർക്കും ഇല്ലല്ലോ. അതുകൊണ്ട് അത് ജനങ്ങളിലിരുന്ന് യൂസർ ഫീ മേടിക്കുന്നുണ്ട്. മേടിച്ചിട്ട് ജനങ്ങളോട് പറയുന്നു നിങ്ങൾ ആരും മാലിന്യങ്ങൾ കത്തിക്കരുതെന്ന് പറയുന്നുണ്ട്. എന്നാലും ഇവിടെ മെയിൻ സ്ഥലത്ത് വന്ന് കത്തിക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള മാലിന്യങ്ങളെല്ലാം കുഴിച്ചു മൂടുകയാണ്. ഇത് രണ്ടും ജനങ്ങൾക്ക് ഒരു വിരോധമായ செயലാണ് ചെയ്യുന്നത്. ക്ലീൻ കേരളയ്ക്ക് കൃത്യമായി കൈമാറി വന്നിരുന്ന മാലിന്യം പിന്നീട് നൽകാതെ വരികയും ഇതിലൂടെ വലിയ അഴിമതിക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്യമിടുന്നതെന്നും LDF അംഗങ്ങൾ ആരോപിച്ചു. എന്നാൽ ക്ലീൻ കേരള മിഷൻ വാഹനം അയക്കാത്തതാണ് മാലിന്യ നീക്കം തടസ്സപ്പെടാൻ കാരണമെന്നും അടുത്ത ദിവസം തന്നെ അടിയന്തര യോഗം ചേർന്ന മാലിന്യങ്ങൾ പാതയോരങ്ങളിൽ നിന്നും നീക്കം ചെയ്യുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനക്കേരി പറഞ്ഞു. കഴിഞ്ഞ ഏപ്രിൽ മാസം 19-ാം തീയതിയാണ് നമുക്ക് ഈ തിരിച്ചു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് എടുക്കാൻ വേണ്ടി വാഹനം വന്നിരിക്കുന്നത്. ക്ലീൻ കെയറിനെ വിളിച്ചു വെച്ചപ്പോൾ വാഹനമില്ല, അവരിപ്പോൾ ഒന്നും എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രൈവറ്റ് വ്യക്തികൾ 3-4 പേരെ വിളിച്ചതിന് ശേഷമാണ് നമ്മളൊരു പ്രൈവറ്റ് വ്യക്തി ഒന്ന് വാഹനത്തിൽ വന്ന് എടുത്തുകൊണ്ടിരുന്നത്. അവർ ഈ ഫെബ്രുവരി മാസം 19-ാം തീയതി വന്ന് ലോഡ് കയറ്റിക്കൊണ്ട് പോയതാണ്. അതിനുശേഷം ഇതുവരെ ലോഡ് കയറ്റാൻ വന്നിട്ടില്ല. അവർ പറയുന്നത് അവർക്ക് ഇതുകൊണ്ട് ഡംപ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളില്ല, ഷെഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉടനെ വന്നേക്കാമെന്ന് പറയും. ഇപ്പം നമുക്ക് MCPൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 ടണ്ണ് മേൽ സാധനം MCP പൊള്ളി നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് നമുക്ക് കാണിച്ചു കൊടുത്തതാണ്. ഇത് മാറിയെങ്കിൽ മാത്രമേ നമുക്കിപ്പം ഈ 3 മാസക്കാലമായിട്ട് മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസത്തെ വീടുകളിൽ നിന്ന് എടുത്തിരിക്കുന്ന സാധനം മിനി MCPകളൊക്കെ നിറഞ്ഞ് ഓരോ ഹരിതകർമ്മസേന അംഗങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് വരെ അടുക്കി വെച്ചിരിക്കുകയാണ് ചാക്കട്ടുകൾ ഇരുന്ന് ദ്രവിക്കാൻ തുടങ്ങി. ഈ സംഭവം നമുക്ക് അവിടെ നിന്നും ഇപ്പോൾ റോഡ് സൈഡിലൊക്കെ MCP നിറഞ്ഞിട്ട് സൈഡിൽ കൂടെ ആയിപ്പോയി. ഇത് എടുത്ത് നമുക്ക് MCP കൊണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ എന്നെ പ്രശ്നം എന്ന് ചോദിച്ചാൽ MCP ഇരിക്കുന്ന ക്ലീൻ ചെയ്ത പ്ലാസ്റ്റിക്കുകൾ മാറണം. അതിനുള്ള വാഹനം വരുന്നില്ല. ഗവൺമെൻറ് അടിയന്തരമായിട്ട് തീരുമാനം എടുത്തുകൊണ്ട് ഇത് എടുത്തുകൊണ്ട് പോകാനുള്ള സംവിധാനം ചെയ്യണം. ഇത് പല പഞ്ചായത്തിൽ നിന്ന് നമ്മൾ ഓൺ ഫണ്ടിൽ നിന്നാണ് പൈസ ഞങ്ങൾ മുടക്കുന്നത്. പ്ലാൻ ഫണ്ടിലും ഓൺ ഫണ്ടിലും പൈസ എടുത്താണ് ഈ സംഭവം ചെയ്യുന്നത്. അതായത് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനം നടത്തേണ്ട ഫണ്ടുകളിൽ നിന്നും ഈ പൈസ എടുത്ത് മാലിന്യത്തിൽ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു സാഹചര്യമാണ്. അടുത്ത ദിവസം ഒരു കമ്മിറ്റി കൂടെ ഞങ്ങൾ അടിയന്തര കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. വേണ്ടപ്പെട്ട അധികാരികൾ ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. ശുചിത്വ മിഷൻ്റെയൊക്കെ ആൾക്കാർ വന്നപ്പോൾ അവരെല്ലാം ഞങ്ങൾ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഹരിതകർമ്മസേന മാസങ്ങൾക്ക് മുമ്പ് ശേഖരിച്ചു വെച്ച മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. മഴ പെയ്തതോടെ ഇവയിൽ വെള്ളം കെട്ടിക്കിടന്ന കൊതുകുകൾ പെരുകുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ടാർവീപ്പുകൾ വെള്ളം നിറഞ്ഞ കൊതുകുകൾ പെരുകുന്ന സാഹചര്യമാണുള്ളത്. ഡെങ്കിപ്പനി ഉൾപ്പെടെ വിവിധതരം പകർച്ചവ്യാധികൾ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും അലംഭാവപൂർണമായ നിലപാടിൽ പ്രതിഷേധം ശക്തമാണ്. മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരത്തിന്റെ 29ാമത് വാർഷികവും നവീകരിച്ച വനിതാ ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നടന്നു. പടമുഖം സ്നേഹമന്ദിരം ഹാളിൽ നടന്ന വാർഷിക ആഘോഷ പരിപാടികൾ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അഗതികളുടെ അഭയകേന്ദ്രമെന്നറിയപ്പെടുന്ന മുരിക്കാശ്ശേരി പടമുഖം സ്നേഹമന്ദിരത്തിന്റെ 29ാമത് വാർഷികവും നവീകരിച്ച വനിതാ ബ്ലോക്കിന്റെ വെഞ്ചിരിപ്പ് കർമ്മവുമാണ് നടന്നത്. ഇടുക്കി രൂപതാ വികാരി ജനറൽ ഫാദർ ജോസ് കരിവേലിക്കൽ നവീകരിച്ച വനിതാ ബ്ലോക്കിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. തുടർന്ന് നടന്ന വാർഷിക ആഘോഷം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം സമൂഹത്തിന് സഹായം ആവശ്യമായി വരുന്ന വളരെയേറെ ആൾക്കാരുണ്ട്. മാനസിക നില തെറ്റിയവര്, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവര്, അവരെല്ലാം ശുശ്രൂഷിക്കുക. കൈത്താങ്ങാവുക. രാജു എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു സഹോദരനെ സാധിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൃപ അദ്ദേഹത്തിലൂടെ ലഭിക്കുന്നു എന്നുള്ളത്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് അധ്യക്ഷയായിരുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത സജീവ്, ബ്രദർ VC രാജു, പൊതുപ്രവർത്തകരായ നോബിൾ ജോസഫ്, KM ജലാലുദ്ദീൻ, ജോസ് പുലിക്കോടൻ, സജീവ് KR, സ്നേഹമന്ദിരം ഡയറക്ടർമാരായ ഷൈനി രാജു, നിബിൻ രാജു, ജോർജ് അമ്പഴം, ബിജി ജോസഫ്, തോമസ് M ചാക്കോ, മോഹനൻ ഇടപ്പാട്ട തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്നേഹമന്ദിരത്തിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും നടന്നു. ദേവികുളം സബ്-RTO ഓഫീസ് വാഹനത്തിന്റെ കാലാവധി അവസാനിച്ചു. ഇതോടെ ജില്ലയിൽ ഔദ്യോഗിക വാഹനമില്ലാത്ത സബ്-RTO ഓഫീസുകളുടെ എണ്ണം 4ആയി. 15 വർഷം പഴക്കമുള്ളതിനാലാണ് അടിമാലിയിലെ വാഹനം കട്ടപ്പുറത്തായത്. വാഹനമില്ലാതായതോടെ ഉദ്യോഗസ്ഥരും പ്രതിസന്ധിയിലാണ്.
ജില്ലയിൽ ഔദ്യോഗിക വാഹനമില്ലാത്ത സബ് ആർ ടി ഓഫീസുകളുടെ എണ്ണം 4 തൊടുപുഴ, പീരുമേട്, ഉടുമ്പൻചോല എന്നിവിടങ്ങളിലെ വാഹനങ്ങൾ കാലാവധി അവസാനിച്ചതോടെ കട്ടപ്പുറത്തായിരുന്നു. ഇതിന് പുറമെയാണ് ദേവികുളം സബ് ആർ ടി ഓഫീസ് വാഹനത്തിന്റെ കാലാവധി അവസാനിച്ചത്. 15 വർഷം പഴക്കമുള്ളതിനാലാണ് അടിമാലിയിലെ വാഹനം കട്ടപ്പുറത്തായത്. ഇതോടെ ഫീൽഡിൽ പോയുള്ള ഓഫീസുമായി ബന്ധപ്പെട്ട ദൈനംദിന പ്രവർത്തനങ്ങൾ താളം തെറ്റും. ഇടുക്കി ജില്ലയിലെ ഏകദേശം 4ഓളം ജോയിന്റ് ആർ ടി ഓഫീസുകളിലെ വണ്ടികളുടെ കാലാവധി തീർന്നുകൊണ്ട് അതിൻ്റെ ഔദ്യോഗിക കാലാവധി തീർന്ന വണ്ടികൾ കണ്ടം ചെയ്യേണ്ട സ്ഥിതി എത്തിച്ചേർന്നിരിക്കുക. ഇതിന് മുമ്പ് തന്നെ 3ഓളം ജോയിന്റ് ആർ ടി ഓഫീസിന് വേണ്ടി തീരുകയും ആർ ടി ഓഫീസിനുള്ള അടിമാലി ജോയിന്റ് ആർ ടി ഓഫീസിലെ വാഹനത്തിൻ്റെ ഡേറ്റ് ഇന്നോടുകൂടി തീരുകയാണ്. നമുക്കറിയാം അടിമാലി അല്ലെങ്കിൽ ദേവികുളം ഭാഗത്തേക്ക് ധാരാളം വാഹന അപകടം ഉണ്ടാകുന്ന ഒരു ഏരിയയാണ്. പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ വാഹന വകുപ്പിന് ഇത് പെട്ടെന്ന് അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് എത്താൻ പറ്റുന്ന ടെസ്റ്റിംഗ് കാര്യങ്ങൾ നടത്തില്ല. യഥാവിധത്തിൽ റോഡ് ടെസ്റ്റുകളോ കാര്യങ്ങളൊന്നും നടത്താത്ത കാലം ധാരാളം പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉദ്യോഗസ്ഥർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ വാഹനം എത്തിച്ചേരണമെന്ന് വളരെ വിനയപൂർവ്വം ഒരു നാട്ടുകാരനെ അഭ്യർത്ഥിക്കുകയാണ്. ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിലെത്താനും അപകടങ്ങൾ ഉണ്ടാകുന്ന ഇടത്തെത്താനുമൊന്നും വാഹനമില്ലാത്ത അവസ്ഥയിലാണ് ഉദ്യോഗസ്ഥർ. ജില്ലാ ആർ ടി ഓഫീസിന് കീഴിൽ തൊടുപുഴ, പീരുമേട്, ഉടുമ്പൻചോല, അടിമാലി എന്നിവിടങ്ങളിലായി 4 സബ് ആർ ടി ഓഫീസുകളാണുള്ളത്. ഇതിൽ തൊടുപുഴ ഓഫീസിലെ വാഹനം കഴിഞ്ഞ ഒക്ടോബറിൽ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞിരുന്നു. ഉടുമ്പൻചോല, പീരുമേട് ഓഫീസുകളിലെ വാഹനം 2 ആഴ്ച മുമ്പ് സർവീസ് അവസാനിപ്പിച്ച് കണ്ടം ചെയ്തു. പകരം വാഹനം അനുവദിക്കാതെ വന്നതോടെ ഈ ഓഫീസുകളുടെ പ്രവർത്തനം അവതാളത്തിലാണ്. ഇതിന് പിന്നാലെയാണ് ഹൈറേഞ്ചിലെ ദേവികുളം സബ് ആർ ടി ഓഫീസിലെ വാഹനത്തിന്റെയും രജിസ്ട്രേഷൻ കാലാവധി അവസാനിച്ചത്. പകരം സംവിധാനം ഏർപ്പെടുത്താൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ നിന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യമാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് സ്ക്വാഡിന് മാത്രമാണ് ഇലക്ട്രിക് കാർ ഉള്ളത്. ഓഫീസ് ആവശ്യത്തിന് ഈ വാഹനം ഉപയോഗിക്കാനാവില്ല. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് സിമന്റ് പാലം പച്ചക്കാട് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരം. റോഡിലെ ടാറിംഗ് പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. ടാക്സി വാഹനങ്ങൾ പോലും ഇതുവഴി വരാൻ മടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ചപ്പാത്ത് സിമന്റ് പാലം മുതൽ പച്ചക്കാട് വരെയുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. എന്നാൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. റോഡിന്റെ ടാറിംഗ് പൊളിഞ്ഞ് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. ഞാനിപ്പോൾ ഒരു യാത്രക്കാരനാണ്. സ്ഥിരം ഈ റോഡിലൂടെ യാത്ര ചെയ്തതാണ്. വളരെ മോശമായ രീതിയിലാണ് സിമന്റ് പാലം മുതൽ അതായത് പച്ചക്കാടിൻ്റെ അങ്ങ് അറ്റം വരെ ഈ റോഡ് കിടക്കുന്നത്. ഇതിൻ്റെ തുച്ഛമായ കുറച്ച് ഭാഗത്ത് മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ വീടിൻ്റെ സൈഡ് വഴി കടന്നു പോകുന്നൊരു വഴിയും കൂടി ആണെന്നുള്ള കാര്യം എപ്പോഴും ഒരു ഓർമ്മയിൽ വേണം. പിന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 15 വർഷമായി ഈ റോഡ് നിർമ്മിച്ചതിന് ശേഷം ഇന്നേ വരെ ഇതിനൊരു പണിയും ചെയ്തിട്ടില്ല. കൂടാതെ ഈ റോഡിന്റെ ഇടഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്യുകയും മറ്റു ഭാഗത്തോട് അധികൃതർ അവഗണന കാണിക്കുന്നതായും ആരോപണമുണ്ട്. പലപ്പോഴും ടാക്സി വാഹനങ്ങൾ പോലും ഇതുവഴി കടന്നുവരാൻ മടിക്കുന്നതായും നാട്ടുകാർ പറയുന്നു. നമ്മുടെ ഈ പച്ചക്കാട് റോഡ്, അതായത് സിമന്റ് പാലം മുതൽ പച്ചക്കാട് വഴി പോകുന്ന ഹെവൻ വാലി വരെ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പൈപ്പ് ലൈൻ ഇടാനായിട്ട് കുത്തിപ്പറിച്ചെടുത്തിട്ട് പൈപ്പ് ലൈൻ ഇട്ട് മൂടിയെടുത്ത് വണ്ടി താഴുന്നു. ഇതുപോലത്തെ ഓട്ടോറിക്ഷകൾ ഞങ്ങളെപ്പോലുള്ളവരാണ് കഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ സ്പ്രിംഗ് ഒക്കെ ഒടിഞ്ഞു പോകുമ്പോഴത്തേക്ക് മാസത്തിൽ 1800 രൂപ വെച്ച് മുടക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു വണ്ടി ഓട്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുതലാകുന്ന രീതിയിലുള്ള ഈ റോഡിൻ്റെ അവസ്ഥ കൊണ്ട് മുതലാകുന്ന രീതിയിലുള്ള കൂലി പോലും കിട്ടുന്നില്ല. ആ കൂലി ഞങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് യാത്രക്കാർ ഞങ്ങളുടെ അടുത്ത് വഴക്കുണ്ടാക്കുക. ഞങ്ങൾ ഒത്തിരി ഓട്ടോക്കാർ ഈ ചപ്പാത്തിലുള്ളതാണ്. സ്ഥിരമായിട്ട് ഞങ്ങൾ ഇതിൽ വന്നുകൊണ്ടും ഇരിക്കുന്നതാണ്. ഈ റോഡിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരുടെയും അവസ്ഥ ബുദ്ധിമുട്ടാണ്. ഒരു പ്രസവ കേസുമായിട്ട് ഒരു വണ്ടി പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ഇഴഞ്ഞേ പോകാൻ പറ്റൂ. പച്ചക്കാടിന്റെ വിവിധ മേഖലകളിലേക്ക് 100 കണക്കിന് ആളുകളാണ് ദിവസവും ഇതുവഴി സഞ്ചരിക്കുന്നത്. പൊളിഞ്ഞുകിടക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ഓരോ ദിവസവും ഏറെ ദുഷ്കരമായി മാറുകയാണ്. അതേസമയം 30 ലക്ഷം രൂപയുടെ റീടാറിംഗ് ഉടൻ തന്നെ നടത്താനാവുമെന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പറഞ്ഞു. നമ്മുടെ ചപ്പാത്ത് സിമന്റ് പാലം മരുതമ്പേട്ട PMGSY റോഡ് വളരെ നാളുകളായി പൊളിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. ശരിക്കും PMGSY എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ അതോറിറ്റിയിലുള്ള റോഡാണ്. പക്ഷെ നമുക്കതിന് കഴിഞ്ഞ പ്രാവശ്യം ഫണ്ട് വയ്ക്കാൻ സാധിച്ചില്ല. എന്നാൽ 24-25 സാമ്പത്തിക വർഷത്തിൽ 30 ലക്ഷം രൂപ നമ്മൾ ടാറിങ്ങിനായിട്ട് ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ DPC അംഗീകാരം ലഭിച്ച് കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് അതിൻ്റെ ടാറിങ് പണികൾ പൂർത്തീകരിക്കാവുന്നതാണ്. റോഡ് നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ പ്രദേശത്തെ യാത്രാക്ലേശത്തിന് താൽക്കാലിക പരിഹാരം കാണാൻ കഴിയുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ.
കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പെരിയാർ വാളാടി യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സംസ്ഥാന സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി യൂണിറ്റ് തല വാർഷിക പൊതുയോഗങ്ങൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് വാളാടി യൂണിറ്റ് വാർഷിക പൊതുയോഗവും പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നത്. വണ്ടിപ്പെരിയാർ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സ്റ്റിലിൻ കല്ലറക്കൽ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി നജീബ് ഇല്ലത്തുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് വിനോദ്, യൂണിറ്റ് സെക്രട്ടറി അഫ്സൽ ഇസ്മായിൽ, ട്രഷറർ മഹേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രസിഡന്റായി സ്റ്റിലിൻ കല്ലറക്കൽ, ജനറൽ സെക്രട്ടറിയായി അഫ്സൽ ഇസ്മായിൽ, ട്രഷററായി മഹേന്ദ്രൻ എന്നിവരടങ്ങിയ 21-അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. 41 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന കരിക്കിൻമേട് അങ്കണവാടി ഹെൽപ്പർ ലീലാമ്മ എംജിക്ക് യാത്രയയപ്പ് നൽകി. അങ്കണവാടി അങ്കണത്തിൽ വെച്ച് നടന്ന സമ്മേളനം കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു വിനേഷ് ഉദ്ഘാടനം ചെയ്തു. കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ കരിക്കിൻമേട് 101 നമ്പർ അങ്കണവാടിയിലെ ഹെൽപ്പറായിരുന്ന ലീലാമ്മ എംജിയാണ് 41 വർഷത്തെ സേവനത്തിന് ശേഷം പടിയിറങ്ങുന്നത്. 1983 താൽക്കാലിക നിയമനത്തിൽ ജോലിയിൽ കയറിയ ലീലാമ്മയ്ക്ക് 1988 സ്ഥിര നിയമനം ലഭിക്കുകയായിരുന്നു. അങ്കണവാടി അങ്കണത്തിൽ വെച്ച് നടന്ന യാത്രയയപ്പ് സമ്മേളനം കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനു വിനേഷ് ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണെങ്കിലും നമ്മുടെ ലീലാമ്മ ചേച്ചിയുടെ പ്രവർത്തന മികവ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ആളുകൾ ഇവിടെ ഓടിയെത്തി. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ എല്ലാവരെയും പഠിപ്പിച്ച ഒരു ഓർമ്മ നമ്മൾ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇന്നത്തെ ഈ യാത്രയപ്പിന് ഇത്രയും പേരെത്തി ഒരു യാത്രാ മംഗളങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തന്നെ വന്നിരിക്കുന്നത്. യോഗത്തിൽ വെച്ച് ലീലാമ്മ എംജിയെ ആദരിച്ചു. കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് അംഗം MJ ജോൺ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി മുക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോണി ചൊള്ളാമടം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷെർലി ജോസഫ്, ജിൻഡു ബിനോയി, ALMC പ്രസിഡന്റ് AK ജോർജ്, G വിജയൻ, CDS ചെയർപേഴ്സൺ ലിസി മാത്യു, അങ്കണവാടി വർക്കേഴ്സ് അസോസിയേഷൻ അംഗം ജോളി, ഷിജി തുടങ്ങിയവർ സംസാരിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ ST കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്ക് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് വാട്ടർ ടാങ്കിന്റെ വിതരണം നടത്തി. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ 100ഓളം വരുന്ന ST കുടുംബങ്ങൾക്കാണ് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തത്. അപേക്ഷ നൽകിയവരിൽ നിന്നും യോഗ്യരായ 100 കുടുംബങ്ങൾക്കാണ് ടാങ്കുകൾ നൽകിയത്. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. 2023-24 സാമ്പത്തിക വർഷം നടപ്പിലാക്കുന്ന ജനകീയ പദ്ധതികളാണുള്ള SCP പ്രോജക്റ്റ് വെച്ച് നിർമ്മിക്കുന്ന പദ്ധതിയാണിത്. വാട്ടർ ടാങ്കുകളുടെ വിതരണം 100ഓളം കുടുംബങ്ങൾക്ക് ഈ പദ്ധതി പ്രകാരം വാട്ടർ ടാങ്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഈ കടുത്ത വരൾച്ച നേരിടുന്ന ഈ സമയത്ത് ഇത്തരത്തിലുള്ള വാട്ടർ ടാങ്ക് കൊടുക്കുകയും വെള്ളം ശേഖരിച്ച് വയ്ക്കാനുള്ള ഒരു സംവിധാനമാണ് പഞ്ചായത്ത് നൽകിയിരുന്നത്. ഇത് പരമാവധി ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനമായ പദ്ധതിയായതിനാൽ ഒരു വർഷങ്ങളിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ നമുക്ക് ജനങ്ങൾക്ക് നൽകി ഏറ്റവും നല്ല രീതിയിൽ അവരുടെ കാര്യമായി പഞ്ചായത്ത് കൊണ്ടുവന്ന് അറിയിക്കും. തെരഞ്ഞെടുത്ത ഉപഭോക്താക്കൾ 965 രൂപയാണ് ടാങ്കിനായി നൽകേണ്ടത്. ഇത്തരത്തിൽ 100 പേർക്കാണ് വാട്ടർ ടാങ്ക് നൽകിയത്. 9 ഏക്കർ സ്വദേശി തമിഴരസി, കൃഷ്ണദാസ്, പ്ലാത്തറക്കുഴിയിൽ എന്നിവർക്കാണ് ആദ്യഘട്ടത്തിൽ ടാങ്ക് വിതരണം ചെയ്തത്. പരിപാടിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി തോമസ് PV, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ A മനുവേൽ, ജെയിംസ് തേക്കുംബേൽ, MT സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഉദ്യാനത്തിൽ എത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. മലനിരകളെ തഴുകിയെത്തുന്ന കൂടമഞ്ഞും മൂന്നാറിന്റെ പരന്ന കാഴ്ചകളും വരയാടിൻ കുഞ്ഞുങ്ങളുമൊക്കെയാണ് സഞ്ചാരികളെ ഉദ്യാനത്തിലേക്ക് ആകർഷിക്കുന്നത്. ഇതിനു പുറമെ സഞ്ചാരികൾക്കായി മറ്റു ചില കാഴ്ചകളും ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാണ് പാർക്കിൽ ഓരോ വർഷവും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വരയാടിന്റെ പ്രജനന കാലം കഴിഞ്ഞ് പാർക്ക് തുറന്നതോടെ നിരവധി പുതുമകളാണ് വിനോദസഞ്ചാരികൾക്കായി പാർക്കിൽ സജ്ജമാക്കിയിട്ടുള്ളത്. മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിന്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെടാൻ വിനോദസഞ്ചാരികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പാർക്കിനെ മനസ്സിലാക്കാനും മലനിരകളെ കയ്യെത്തും ദൂരത്ത് കാണുന്നതിനും ഇവിടെ വെർച്വൽ റിയാലിറ്റിയിൽ
ആസ്വദിക്കാൻ സംവിധാനമൊരുക്കിയിട്ടുണ്ട്. 3D സംവിധാനത്തിലൂടെ പാർക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ സഞ്ചാരികൾക്ക് ലഭിക്കുന്നത് വ്യത്യസ്തമായ അനുഭവമാണ് പകർന്നു നൽകുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും ഒരു നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർക്കിഡേറിയമാണ് നമ്മൾ ഇവിടെ ഇരുവികുളത്ത് ഉള്ളത്. ആ ഓർക്കിഡേറിയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇരുവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഒരു 2000 മീറ്ററിന് മുകളിലുള്ള ജൈവ വ്യവസ്ഥ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്ന ഒരു നാഷണൽ പാർക്കാണ്. അപ്പോൾ അവിടെ കാണുന്ന പല സസ്യങ്ങളും നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കാണാത്ത സസ്യങ്ങളാണ്. വളരെ എൻഡമിക് നേറ്റീവ് ആയിട്ടുള്ള സസ്യങ്ങളാണ്. അപ്പോൾ അവിടെ കാണുന്ന 58 തരം ഓർക്കിഡുകൾ നമ്മളിവിടെ നമ്മളുടെ ഓർക്കിഡ് ഏരിയത്തിൽ ജനങ്ങൾക്ക് കാണാനും അത് മനസ്സിലാക്കി ജനങ്ങൾ അതിനെപ്പറ്റി പഠിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഓർക്കിഡ് ഏരിയത്തിൽ ഒരുക്കുന്നത്. കൂടാതെ പന്നൽ ചെടികളുടെ ഫേണറികളുടെ ഒരു ഫേണറിയും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ ഫേണറിയിൽ 100-150 പരം പന്നൽ ചെടികളുടെ വർഗ്ഗങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ജനങ്ങൾക്ക് ഈ ജൈവ വ്യവസ്ഥയെക്കുറിച്ചും ബയോഡൈവേഴ്സിറ്റിയെക്കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് പഠിക്കാനും അറിയാനും വേണ്ടിയിട്ടാണ് ആ ഒരു സൗകര്യം നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് പാർക്കിലെത്തി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത പാർക്കിൽ കയറേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇന്നാകട്ടെ അത്തരം രീതികൾ പാടെ മാറി. വിനോദസഞ്ചാരികൾക്ക് ക്യൂവിൽ നിൽക്കാതെ ഓൺലൈനായും മുഖേനയും ടിക്കറ്റുകൾ എടുക്കുന്നതിന് സൗകര്യമുണ്ട്. നേരത്തെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുള്ള ഒരു രീതിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം നമ്മൾ പൂർണ്ണമായും ക്യാഷ്ലെസ് ആക്കാൻ വേണ്ടിയിട്ട് 100% ഈ ടിക്കറ്റിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഓൺലൈനായിട്ടും വാട്സാപ്പ് ടിക്കറ്റിങ്ങും ഇങ്ങനെ 2 രീതിയിലും ജനങ്ങൾക്ക് അവർ വരുന്ന സ്ഥലത്തു നിന്ന് തന്നെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ആ ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം നമ്മൾ നിലവിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ടിക്കറ്റ് എടുക്കാതെ വരുന്നവർക്ക് ഇവിടെ തന്നെ ഈ ടിക്കറ്റിംഗ് സംവിധാനം അല്ലെങ്കിൽ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്ന രീതിയിൽ വാട്സാപ്പ് ടിക്കറ്റിംഗ് എല്ലാം നമ്മളിവിടെ നമ്മളുടെ സ്റ്റാഫിൻ്റെ സഹായത്തോടുകൂടി എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും ക്യാഷ്ലെസ് ആയിട്ടുള്ളത്. കൂടാതെ തന്നെ നേരത്തെ വരുന്ന ഒരു കൗണ്ടർ ആണെങ്കിൽ ഇപ്പോൾ 5 കിയോസ്കുകളും വാട്സാപ്പ് ടിക്കറ്റിംഗ് ഉൾപ്പെടെ ഒരേ സമയം തന്നെ ഒരുപാട് ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ആ ജനങ്ങൾക്ക് മഴയും വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ നമ്മൾ നിൽക്കാനുള്ള ഒരു സംവിധാനവും നമ്മളുടെ ഒരു വിസിറ്റേഴ്സ് ലോഞ്ചിൻ്റെ എക്സ്റ്റൻഷനും അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് മറ്റേ റിഫ്രഷ്മെന്റ്സ് വേണ്ടിയിട്ടുള്ള ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ആഹാരങ്ങൾ നൽകുന്നതിനുള്ള സംവിധാനവും എല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ട്രാഫിക് കുരുക്ക് കുറയ്ക്കുന്നതിന് പ്രത്യേക പാർക്കിംഗ് സംവിധാനവും പ്രത്യേക കഫറ്റേരിയ, 100 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഹോട്ടൽ സംവിധാനം, മൂന്നാറിലെ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ ഇനം സസ്യങ്ങൾ നട്ടുവളർത്തിയ ഓർക്കിറ്റോറിയവും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. മതിവരിവോളം ഈ കാഴ്ചകൾ കണ്ടാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ മടങ്ങാറ്. രാജമല വളരെ സുന്ദരം. ഈ കോടമഞ്ഞും അതുപോലെയുള്ള ഈ കാഴ്ചകളും ചില ആംഗിളിൽ ഫോട്ടോസിന് കുറച്ച് ഇരുട്ട് തോന്നുമെങ്കിലും ചില ആ ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ അല്പം ചിത്രം വരയ്ക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ഇവിടുന്ന് പോകാൻ മനസ്സിരുന്നില്ല. അതും ഈ മഞ്ഞ് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഇന്നലെ ഇത്ര ഉണ്ടായിരുന്നില്ല, അന്നാരോ പറഞ്ഞു കേട്ടു. ഇന്നലെ ഉച്ചനേരത്ത് മഴ പെയ്തു. പക്ഷെ ഇന്ന് നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെയുള്ള ഒരു കോടമഞ്ഞും ഒരു ശീതക്കാറ്റും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കാസർഗോഡ് ഭയങ്കര ചൂടാണ്. അപ്പൊ അതപേക്ഷിച്ച് ഇവിടെ എത്തിയിട്ടാവും നല്ലൊരു സുഖം കിട്ടുന്നത്. കാരണം നല്ലൊരു മഞ്ഞ് കൊള്ളുമ്പോ നല്ല മനസ്സിനൊരു സുഖവും. 47 പേരുള്ള ബാച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 195, വിൽപ്പനയ്ക്ക് വന്നത് 48,259, വിൽപ്പന നടന്നത് 46,462, കൂടിയ വില 2,730, ശരാശരി വില 1,997. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 600 രൂപ, ഏലം കൂടിയ വില 2000, ഏലം ശരാശരി വില 1,800.
കാപ്പിപ്പരിപ്പ് 315, ഗ്രാമ്പു 950, കൊക്കോ 175, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6625 രൂപ, വെള്ളി 85. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. SSLC പരീക്ഷയിൽ ഇടുക്കി ജില്ലയ്ക്ക് 99.79% വിജയം. ജില്ലയിൽ SSLC പരീക്ഷ എഴുതിയ 11,558 പേരിൽ 11,534 പേർ ഉന്നത പഠനത്തിന് അർഹത നേടി. ഇടുക്കിയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നു. മിക്ക അണക്കെട്ടുകളിലുമുള്ളത് സംഭരണശേഷിയുടെ 40% താഴെ മാത്രം വെള്ളം. തുടർച്ചയായി വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ വൻ പ്രതിസന്ധി ഉടലെടുക്കാൻ സാധ്യത. ഹൈറേഞ്ചിലെ തോട്ടം മേഖല നശിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജനങ്ങൾ കുടിവെള്ളത്തിന് നെട്ടോട്ടമോടുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെയും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയുടെയും നിസ്സംഗത മാപ്പർഹിക്കാത്ത വീഴ്ചയെന്ന UDF ജില്ലാ നേതൃത്വം. കർഷകരുടെ ദുരിതം മാറ്റുന്നതിനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ. ജില്ലയിൽ കൊടും വേനലിൽ നാശം സംഭവിച്ച കൃഷിയിടങ്ങൾ UDF ജില്ലാ നേതൃത്വം സന്ദർശിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും കനത്ത ചൂടും ജാതി കർഷകർക്ക് തിരിച്ചടി. അമിതമായ ചൂട് കാരണം ജാതി മരങ്ങൾ ചുവടെ ഉണങ്ങിപ്പോകുന്നു. ഇതോടൊപ്പം കാപ്പൊഴിച്ചിലും കൃഷിയിൽ നിന്നും കർഷകരെ പിന്തിരിപ്പിക്കുന്നു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.